മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനോട് പരിഹാസരൂപേണ ഒരു മുശ്രിക് പറയുന്നുണ്ട്, ഇന്നി അറാ സാഹിബകും യുഅല്ലിമുകും കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാഅ. നിങ്ങളുടെ പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന വ്യക്തി വിസർജനത്തെ കുറിച്ചുപോലും അതിൻ്റെ രീതികളെ കുറിച്ചുപോലും നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്ന് പരിഹാസരൂപേണ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ അഭിമാനബോധത്തോടുകൂടി സൽമാനുൽ ഫാരിസി പറയുകയാണ്, അജൽ, തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുക മാത്രമല്ല, പ്രവാചകന്റെ മനോഹരമായ അധ്യാപനങ്ങളെ ആ മനുഷ്യന് പകർന്നു നൽകുന്ന രംഗം വിശുദ്ധമായ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നിയോഗ ലക്ഷ്യത്തെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. ഞാൻ ഈ ഭൂമി ലോകത്തോട്ട് നിയോഗിക്കപ്പെട്ടത്, ഞാൻ കടന്നു വന്നത് ഒരു അധ്യാപകനായിട്ടാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നിയോഗ ലക്ഷ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുന്ന, അവർക്ക് വിവേകവും വിദ്യാഭ്യാസവും പകർന്നു നൽകുന്ന, തലമുറകളെ സന്മാർഗത്തിന്റെ വഴിയിൽ നടത്തുന്ന അധ്യാപനമെന്നത് ഏറ്റവും മഹത്തരമായ ഒരു ഉത്തരവാദിത്തമാണ്. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ജനങ്ങൾ എന്നെ സ്മരിക്കുന്നത്, എന്നെ ഓർക്കുന്നത് ഒരു മികച്ച അധ്യാപകനായിട്ടാണ് എങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വലിയ അംഗീകാരമെന്ന് APJ അബ്ദുൽ കലാം പറയുകയാണ്. ഈ ലോകം മുഴുവനും ഒരു ക്ലാസ് മുറിയായി, വിദ്യാലയമായി നമ്മൾ സങ്കല്പിച്ചാൽ ലോകത്തെ മനുഷ്യർ മുഴുവനും അതിലെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാലയത്തിലേക്ക്, ക്ലാസ് മുറിയിലേക്ക് അയക്കപ്പെട്ട പൂർണ്ണനിൽ പൂർണ്ണനായ അധ്യാപകനാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കപ്പെടുന്ന സിലബസാണ് വിശുദ്ധമായ ഖുർആൻ. എക്സാം നടത്തുകയും റിസൾട്ട് പരിശോധിക്കുകയും ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാണ്. അത് നടക്കുന്നത് യൗമുൽ ഖിയാമയിലാണ്. വിജയിയുടെ പാരിതോഷികമായി ലഭിക്കുന്നത് സ്വർഗമാണ്, പരാജിതനുള്ള പണിഷ്മെന്റാണ് നരകം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പ്രവാചകനെ ഒരു അധ്യാപകൻ എന്ന ദർപ്പണത്തിലൂടെ ആ പ്രവാചക വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസിദ്ധനായ ഒരു അധ്യാപകൻ, അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം എഴുതുകയാണ്, ഒരു അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിൽ പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത അളവിലായിരിക്കും അത് മനസ്സിലാക്കുക. വ്യത്യസ്ത അളവിൽ, ചിലർക്ക് പൂർണ്ണമായത് മനസ്സിലാകും, ചിലർക്കത് ഭാഗികമായി മനസ്സിലാകും, ചിലർക്ക് ഒട്ടും തന്നെ മനസ്സിലാകുകയില്ല. പഠിപ്പിക്കപ്പെടുന്ന പാഠഭാഗങ്ങൾ വ്യത്യസ്തമായ അളവിലാണ് മനസ്സിലാക്കപ്പെടുന്നത് എങ്കിലും അവർക്കത് പറഞ്ഞുകൊടുത്ത അധ്യാപകനെ ഓരോ വിദ്യാർത്ഥികളും കൃത്യമായി മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അധ്യാപകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവി എന്ന ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളായ സഹാബത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന അധ്യാപകന്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ സാധാരണ ക്ലാസ് മുറികളിൽ വ്യത്യസ്തരായ വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. സമ്പന്നനുണ്ടാകും, പരമദരിദ്രനുണ്ടാകും, സൗന്ദര്യമുള്ളവരുണ്ടാകും, വിരൂപിയുണ്ടാകും, ബുദ്ധി ഊർമ്മതയുള്ളവരുണ്ടാകും, അംഗവൈകല്യങ്ങളും പരിമിതികളുമെല്ലാമുള്ള പലതരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ് മുറിയിൽ ഉണ്ടാകുക. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ലാസ് മുറിയും അങ്ങനെയാണ്. സമ്പന്നനായ ഉസ്മാനുൽ ഗനിയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും, പരമദരിദ്രനായ ബിലാൽ ഇബ്നു റബാഹയും അമ്മാർ ഇബ്നു യാസിറും ഖബ്ബാബ് ഇബ്നു അറത്തും, മനോഹരമായ സൗന്ദര്യത്തിന്റെ ഉടമയായ മിസ്അബ് ഇബ്നു ഉമൈറും സൽമാനുൽ ഫാരിസിയും, അത്രയൊന്നും സൗന്ദര്യമില്ലാത്ത ജുലൈബിബ് റളിയല്ലാഹു തആല അൻഹും, ബുദ്ധികൂർമ്മതയുള്ള അലി ഇബ്നു അബീ ത്വാലിബും ഇബ്നു അബ്ബാസും ഉമർ ഇബ്നുൽ ഖത്താബും,
അംഗവൈകല്യവും പരിമിതിയുള്ള അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമും ആ ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളാണ്. പക്ഷേ അവരെല്ലാവരും ഒരേപോലെ അവരുടെ മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ അധ്യാപകനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. എന്റെ അധ്യാപകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നെയാണ് എന്ന് വിചാരിക്കത്തക്ക രീതിയിൽ ഓരോ വിദ്യാർത്ഥികളോടും സ്നേഹത്തോടുകൂടി ഇടപഴകി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഹിജ്റ 8-ാം വർഷം ആ ക്ലാസ്സിലേക്ക് അവസാന ഘട്ടത്തിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പോലും വിചാരിച്ചു പോയി, എന്റെ പ്രവാചകൻ, എന്റെ അധ്യാപകനായ ഹബീബ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് എന്ന് വിചാരിച്ചെടുത്താണ് യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലൈക എന്ന പ്രസിദ്ധമായ ചോദ്യമുണ്ടാകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ മനോനുകരങ്ങളിൽ ആത്മവിശ്വാസം പകർന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ താഴെ തട്ടിലെന്ന് ഗണിക്കപ്പെട്ടിരുന്ന, തഴയപ്പെട്ടിരുന്ന മനുഷ്യരെ ചേർത്തു പിടിച്ചു. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഗ്രാമത്തിൽ നിന്ന് ധാരാളം സമ്മാനങ്ങളുമായി കടന്നു വരുന്നിരുന്ന ഒരു സഹാബിയാണ് മഹാനായ സാഹിർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമാണ്. ഇന്ന സാഹിറൻ ബാദിയതുന, സാഹിർ നമ്മുടെ ഗ്രാമീണനായ കൂട്ടുകാരനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു. ഒരു ദിവസം പട്ടണത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹിർ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് തമാശ രൂപത്തിൽ റസൂലുള്ളാഹി വിളിച്ചു ചോദിക്കുകയാണ്, മൻ യശ്തരി ഹാദൽ അബ്ദ്, ഈ അടിമയെ വിൽക്കാനുണ്ട്, ആരാണ് വാങ്ങിക്കാനുള്ളത്? ആരാണ് വാങ്ങിക്കാനുള്ളത്? അല്ലാഹു റസൂൽ തമാശ രൂപത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോ പ്രവാചകന്റെ റിസാലത്തിന്റെ കരവലയത്തിന്റെ ഉള്ളിലേക്ക് ഒരു കൊച്ചുകുട്ടിയെ പോലെ ലയിച്ചുകൊണ്ട് സാഹിർ റളിയല്ലാഹു തആല അൻഹു തെല്ല് സങ്കടത്തിൽ പറയുന്നുണ്ട്, ഇദൻ തജ്ദുനി കാസിദ, പ്രവാചകനെ ഞാൻ വിലയില്ലാത്തവനാണ്, റസൂലെ ഞാൻ വലിയ വിലയില്ലാത്തവനാണ് നബിയെ എന്ന് തെല്ല് സങ്കടത്തോടുകൂടി പരിഭവം പറയുന്ന സാഹിർ റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ റിസാലത്തിന്റെ കരങ്ങൾ കൊണ്ട് ആ ചുമലുകളിൽ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ലാകിന്നക ഇൻദല്ലാഹി ലസ്ത ബികാസിദ, സാഹിറെ, നീ അല്ലാഹുവിന്റെ അടുക്കൽ അമൂല്യമായ ഒരു നിധിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുകൾ വളരെയേറെ മെലിഞ്ഞതായിരുന്നു. ഒരു ദിവസം പ്രവാചകന് വേണ്ടി അറാക്ക് ഒടിച്ചെടുക്കുന്നതിനു വേണ്ടി, മിസ്വാക്ക് ഒടിച്ചെടുക്കുന്നതിന് അറാക്ക് മരത്തിൽ കയറി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മെലിഞ്ഞ കാലുകൾ വെളിവാകുമ്പോ സഹാബത്തിൽ ചിലർ ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിമ്മ തളഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? മിൻ ദിഖ്ഖതി സാഖൈഹി, ഇബ്നു മസ്ഊദിന്റെ മെലിഞ്ഞ കാലുകൾ കണ്ടിട്ടാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലകിന്നഹുമാ അത്ഖലു ഫിൽ മീസാൻ മിൻ ഉഹദ്. ഇബ്നു മസ്ഊദിന്റെ ആ മെലിഞ്ഞ കാലുകൾ, നിങ്ങൾ പരിഹാസ രൂപത്തിൽ ചിരിച്ച ആ മെലിഞ്ഞ കാലുകൾ നാളെ പടച്ചവന്റെ മീസാനിൽ ഉഹുദ് പർവ്വതത്തെക്കാൾ ഭാരമുള്ളതാണ് സഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പരിഹസിക്കപ്പെടുന്ന, തഴയപ്പെടുന്ന, താഴെ തട്ടിലെന്ന് ഗണിക്കപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്തു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ പ്രവാചകനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ആ റസൂലിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നിങ്ങൾക്ക് പിൻപറ്റാൻ കഴിയുന്ന
അനുധാവനം ചെയ്യാൻ കഴിയുന്ന കൃത്യമായ മാതൃക ആ പ്രവാചകരിൽ നിങ്ങൾക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു വെക്കുമ്പോ, നിങ്ങളൊരു സമ്പന്നനാണ് എങ്കിൽ, ധാരാളം സമ്പത്തുള്ള ഒരു ധനികനാണ്, സമ്പന്നനാണ് നിങ്ങളെങ്കിൽ, മക്കയിലെ വ്യാപാരിയിലേക്കും ബഹ്റൈനിന്റെ സമ്പത്ത് സൂക്ഷിപ്പുകാരനിലേക്കും നിങ്ങൾ നോക്കുക. ഇനി നിങ്ങളൊരു ദരിദ്രനാണ്, നിങ്ങളൊരു നിർധനനാണ് എങ്കിൽ, ശുഐബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പച്ചിലകൾ കഴിച്ചുകൊണ്ട് പട്ടിണി കിടന്ന തടവുകാരനിലേക്കും, ഒന്നുമില്ലാതെ വെറും കൈയോടെ മദീനയിലേക്ക് കടന്നു വന്ന അഭയാർത്ഥിയായ പ്രവാചകനിലേക്കും നിങ്ങൾ നോക്കുക. നിങ്ങളൊരു ഭരണാധികാരിയാണ് എങ്കിൽ, അറേബ്യയിലെ ചക്രവർത്തിയിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. നിങ്ങളൊരു വിജയിയാണ് എങ്കിൽ, മക്കം ഫതഹിന്റെ ദിവസം മക്കാ കവാടങ്ങളിലൂടെ വിജയശ്രീലാളിതനായി കടന്നു വന്ന ആ വിജയിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളൊരു പരാജിതനാണ് എങ്കിൽ, ഉഹദിന്റെ രണാങ്കണത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ആ പ്രവാചകനിൽ നിന്ന് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക. നിങ്ങൾ ഒരു അനാഥനാണ് എങ്കിൽ, ആമിന അബ്ദുള്ള ദമ്പതിമാരുടെ കരളിന്റെ കഷണത്തെ നിങ്ങൾ മറക്കരുത്. നിങ്ങളൊരു കുഞ്ഞാണ് എങ്കിൽ, ഹലീമത്തു സാദിയുടെ കൺമണിയെ നിങ്ങൾ കാണുക. നിങ്ങളൊരു ഭർത്താവാണ് എങ്കിൽ, ഖദീജ ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീനിന്റെ വിശുദ്ധ ഭർത്താവിന്റെ മഹച്ചരിതത്തെ നിങ്ങൾ വായിക്കുക. നിങ്ങളൊരു പിതാവാണ്, നിങ്ങൾക്ക് മക്കളുണ്ട് എങ്കിൽ, ഫാത്തിമയുടെ പിതാവിനെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നവരുടെ വല്യുപ്പയും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു പ്രഭാഷകനും ഉപദേശകനുമാണ് എങ്കിൽ, മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ നിൽക്കുന്നവരുടെ വാചകങ്ങളെ നിങ്ങൾ സാഗൂതം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു വിധികർത്താവാണ്, ന്യായാധിപനാണ് എങ്കിൽ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ സ്നേഹിതനെന്നോ അപരിചിതനോ എന്ന യാതൊരു വേർതിരിവുമില്ലാതെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ ചാരത്തിരുന്ന് തന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായി വിധി പറഞ്ഞിരുന്ന ആ വിധികർത്താവിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. ഇങ്ങനെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഒരു മനുഷ്യന് കൃത്യമായി അനുധാവനം ചെയ്യാൻ കഴിയുന്ന കൃത്യമായ മാതൃക ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നമ്മളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മാതൃകകളെ കൃത്യമായി ജീവിതത്തിൽ അനുധാവനം ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ മുഹിബ്ബുർ റസൂലായി മാറുക. അതല്ലാതെ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12 ദിവസങ്ങളിൽ മാത്രം ഉൾക്കൊള്ളേണ്ടതല്ല, ഒതുങ്ങി നിൽക്കേണ്ടതല്ല പ്രവാചക സ്നേഹം. മൗലിദ് പാരായണത്തിലും അന്നദാനത്തിലും ഘോഷയാത്രയിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല പ്രവാചക സ്നേഹം. എന്നാൽ യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളെ കൃത്യമായി അനുധാവനം ചെയ്യലാണ്. ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ ജീവിതത്തിൽ ഹയാത്താക്കലാണ് യഥാർത്ഥ കറകളന്ന പ്രവാചക സ്നേഹമെന്ന് മുൻഗാമികളായ പണ്ഡിത മഹത്തുക്കൾ അവിടെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളുമായി യാതൊരു ബന്ധവുമില്ലാതെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തേച്ചിട്ട് റബീഉൽ അവ്വൽ 12 വാദ്യമേളങ്ങളുമായി കരഘോഷങ്ങളുമായി വർണ്ണശബളമായ അലങ്കാരങ്ങളുമായി നാടുനീള ഘോഷയാത്ര നടത്തിയാൽ അത് പ്രവാചക സ്നേഹമാകില്ല. അത് പണ്ഡിതന്മാർ പഠിപ്പിച്ച പ്രവാചക സ്നേഹമല്ല. റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില മാർഗങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചില ജീവിത പാഠങ്ങളുണ്ട്, അധ്യാപനങ്ങളുണ്ട്, മാർഗരേഖയുണ്ട്. അതിനോട് കൃത്യമായി നീതി പുലർത്തുന്നവരാവണം നാം. അത് മനസ്സിലാക്കുകയും അത് വ്യക്തമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്തിട്ട് അതിനോട് നമ്മൾ പുറംതിരിഞ്ഞു കഴിഞ്ഞാൽ وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. അല്ലാഹുവിന്റെ പ്രവാചകനെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടും വ്യക്തമായിട്ടും
പ്രവാചകന്റെ അധ്യാപനങ്ങളോടും മുഅ്മിനീങ്ങളുടെ പാതയോടും നിങ്ങൾ മുഖം തിരിക്കുകയാണ്, അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ അതിഭയാനകമായ ശിക്ഷയെ നിങ്ങൾ മുന്നിൽ കാണണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നീട് ഓണാഘോഷം കടന്നു വരികയാണ്. ഓണം കടന്നു വരികയാണ്. എന്താണ് ഓണത്തിന്റെ അടിസ്ഥാനം? ഭാഗവത പുരാണത്തിലെ അഷ്ടമസ്കന്ധമാണ് ഓണാഘോഷത്തിന്റെ പ്രാമാണികമായ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള അടിസ്ഥാനം. വാമനമൂർത്തിയായി ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ച ദിവസമാണ് തിരുവോണമെന്ന് അവർ വിശ്വസിക്കുന്നു. ഓണനാളുകളിൽ ഹൈന്ദവ വിശ്വാസികൾ അവരുടെ വീടുകളുടെ മുമ്പിൽ തൃക്കാക്കരയപ്പൻ എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. എന്താണത്? തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ആ മൂർത്തിയെ, ഭഗവാനായി അവതരിച്ച ആ മൂർത്തിയെ തങ്ങളുടെ കുടുംബങ്ങളിൽ കൊണ്ടുവന്നവർ പൂജിക്കുകയാണ്. അങ്ങനെ ഹൈന്ദവ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം. അവർ ഏറ്റവും നല്ല രീതിയിൽ അത് ആഘോഷിക്കട്ടെ, അവർ ഏറ്റവും നല്ല രീതിയിൽ അത് ആഘോഷിക്കട്ടെ, അത് കൊണ്ടാടട്ടെ. പക്ഷേ നമുക്കെങ്ങനെയാണ്? ഏകദൈവ വിശ്വാസികളായ കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകളായി മാറേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ എന്ന കലിമത്തു ത്വയ്യിബയിൽ വെള്ളം ചേർക്കാതെ വിശ്വസിക്കേണ്ട മുഅ്മിനീങ്ങളായ നാം എങ്ങനെയാണ് പ്രാമാണികമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ആചാരത്തിൽ, ആഘോഷത്തിൽ പങ്കുചേരുവാൻ നമുക്ക് കഴിയുക? റസൂൽ പറഞ്ഞല്ലോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമൂഹവുമായി, ഒരു വിഭാഗവുമായി നിങ്ങൾ സാദൃശ്യപ്പെട്ടു കഴിഞ്ഞാൽ, അവരുടെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും നിങ്ങൾ കടമെടുത്തു കഴിഞ്ഞാൽ ഫഹുവ മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തുമ്പോൾ, മാത്രമല്ല എന്തു പാപങ്ങളും അല്ലാഹു പുറത്തു തരും. പക്ഷേ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന തൗഹീദിന് കളങ്കമുണ്ടാകുന്ന ഒരു പാപം നിങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് പൊറുക്കപ്പെടുകയില്ല. അതിനെ നിങ്ങൾ ഗൗരവമായി കാണണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ആഘോഷത്തിൽ ഒരിക്കലും മുഅ്മിനീങ്ങളായ നമുക്ക് പങ്കുചേരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് കലർപ്പില്ലാത്ത ഇസ്ലാമിന്റെ നിലപാട്. മാത്രമല്ല, അവരുടെ വിശ്വാസപരമായ ഒരു ആഘോഷത്തിലേക്ക് കടന്നു കയറലാണത്. അവർ അവരുടെ വിശ്വാസവുമായി, അവരുടെ ആ സ്വത്വബോധവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് മതേതരനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ആ ആഘോഷങ്ങളിലേക്ക് കടന്നു കയറി യഥാർത്ഥത്തിൽ അതിൻ്റെ ആ മാഹാത്മ്യത്തെ നശിപ്പിക്കുകയാണ്. അവർ കൽപ്പിക്കുന്ന ആ മാഹാത്മ്യത്തെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങളുടെ ആചാരം, നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ, എനിക്കെന്റെ മതം, എന്റെ വിശ്വാസം ഇതാണ് വലുത്. ഇതിന്റെ അപ്പുറത്ത് മതപരമായി എല്ലാം കൃത്യമായി വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നു. പക്ഷേ മനുഷ്യനെന്ന രീതിയിൽ, അയൽവാസികൾ എന്ന രീതിയിൽ, സഹജീവികൾ എന്ന രീതിയിൽ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും യാതൊരു കോട്ടവും വരാൻ പാടില്ല എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഇതര മതസ്ഥരോടുള്ള അവരുടെ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും ആഘോഷങ്ങളോടുമുള്ള നിലപാട്. അല്ലാഹു മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.